ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എല്ലാ വീട്ടിലും ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് കുട്ടികളെ പഴയ ബാഗുകളൊക്കെ ഒഴിവാക്കാൻ നോക്കും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓരോ വർഷം പുതിയ പുതിയ ബാഗുകളാണ്. പണ്ടൊക്കെ നമ്മളൊരു ബാഗായിട്ട് 2 വർഷമൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ, അധ്യയന വർഷം തുടങ്ങുമ്പോൾ പഴയത് കുട്ടികളും കൊണ്ടുപോകില്ല, നമ്മളും പുതിയത് വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഈ ബാഗൊക്കെ നമുക്ക് ചില സമയത്ത് ഒഴിവാക്കേണ്ടി വരും. പിന്നെ വെറുതെ അങ്ങനെ എവിടെയെങ്കിലും മൂലയിലോ മുക്കിലൊക്കെ ഇരിക്കുകയെന്നല്ലാതെ അതുകൊണ്ടൊരു ഉപയോഗമൊന്നും ഉണ്ടാവാൻ പോണില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീയൂസായിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയ ഒരു 2-3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ കാണുന്ന ഈ ബാഗാണ് മോനക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ബാഗ്. സ്പൈഡർമാൻ മാത്രമല്ല നോക്കിയിട്ട് വാങ്ങുള്ളൂ. ബാഗിൻ്റെ ഭംഗി നോക്കലില്ല, സ്പൈഡർമാൻ്റെ ഭംഗിയാണ് നോക്കുക. ഈ ബാഗിൽ 3 സിബുണ്ട്. അതിൽ വലിയ സിബ് അവിടെ മാറ്റി നിർത്തിയിട്ട് മറ്റേ 2 സിബും വരുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. മോനക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് വാങ്ങിയ ബാഗായിരുന്നു ഇത്. ഇതിപ്പോഴും വീട്ടിലുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്തപ്പോൾ ഇതിനൊരു തീരുമാനമായി. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 സിബിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും 1 സിബിൻ്റെ ഉപയോഗമേ വരുന്നുള്ളൂ. ഈ ബാഗിൻ്റെ എല്ലാ ഭാഗങ്ങളും, ഒട്ടുമിക്ക ഭാഗങ്ങളും ഞാൻ ഓരോന്നിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നും തന്നെ വേസ്റ്റ് ആക്കണില്ല. 1-2 ചെറിയ 2-3 കാര്യങ്ങൾ മാത്രമേ മാറ്റി നിർത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ ബാഗ് റീയൂസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇട്ട് വെക്കാൻ പോകുന്നത് വീട്ടിൽ നമ്മളെപ്പോഴും ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കുന്ന ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ ബാങ്കിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, പാസ്പോർട്ട്, പഴയ തിരിച്ചറിയൽ കാർഡ്, ഇങ്ങനെയുള്ളതൊക്കെ ആണ് ഞാനിതിലിട്ട് വെക്കുന്നത്. ഇതാകുമ്പോൾ പൊടി പിടിക്കില്ല, കേട് വരില്ല, കയറി പോകുന്നുള്ള പേടി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇതിലിട്ട് വെച്ച് അടച്ച് വെച്ചാൽ ഒരു കേടും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ നല്ല സേഫായിട്ട് എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ അങ്ങനെ ഇരുന്നോളും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഇതിലിട്ട് വെച്ചു. പാൻ കാർഡ്, പാസ്ബുക്ക്, ഇങ്ങനെയൊക്കെ ഉള്ളതിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഒന്നിൽ വെക്കണതുകൊണ്ട് തന്നെ എടുക്കാനും എളുപ്പമായിരിക്കും. പിന്നെ സ്കൂൾ ബാഗ് ആയതുകൊണ്ട് തന്നെ കുട്ടികളെ സ്കൂളിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പേപ്പേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ടും ഇത് ഇട്ട് വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി ഈ ബാഗിൽ ബാക്കി വരുന്നത് നമ്മൾ കുട്ടികൾ വാട്ടർ ബോട്ടിൽ വെക്കാനായിട്ടുള്ളൊരു പോക്കറ്റ് ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ എടുക്കാൻ പോണത്. അവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് മാത്രമായിട്ട് എടുക്കുകയാണ്. അത് നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കാൻ കഴിച്ചിട്ട് ആദ്യം ഞാൻ അങ്ങനെ എടുത്ത് നോക്കി എന്താ ഇപ്പോൾ ഇതിലിട്ട് വെക്കുക വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നി നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്, ആ സംഭവം തന്നെ ഇതിലിട്ട് വെച്ചാലോ. അങ്ങനെ ഫോണ് നമ്മളെപ്പോഴും വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അടുക്കളയിൽ പലയിടത്തുമാണ് കൊണ്ടുവെക്കുക. ഞാനങ്ങനെയാണ്. ചിലപ്പോൾ ഫ്രിഡ്ജിൻ്റെ മേലാവും, അല്ലെങ്കിൽ ടേബിളിൻ്റെ മേലെ, അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ മീതെ ഇങ്ങനെ വെച്ചിട്ടാണ് പോവുക. എവിടെ ഒരു പ്ലേസില്ല അതിന്. അങ്ങനെ ആകുമ്പോൾ ഇതിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഉപയോഗമെന്ന് തോന്നിയുണ്ട്. ഇനിയിപ്പോൾ ഈ പോക്കറ്റ് എടുത്തിട്ട് അതിനൊരു ഹാങ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ അതിലിട്ട് വെക്കാനോ പറ്റിയ ഒന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം അതിൻ്റെ ഈ ബാഗിൻ്റെ ഇവിടെ ബോട്ടിൽ വെക്കുന്ന ആ ഭാഗം വരുന്ന അത് മാത്രം എടുത്തിട്ട് അതിലിങ്ങനെ ഫോൺ ഇട്ട് വെച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നി. പിന്നെ അങ്ങനെ വേണ്ട, ഇതിന് ഏതായാലും വള്ളികളുണ്ടല്ലോ, ആ വള്ളികൾ വെറുതെ കളയും. അപ്പോൾ അതിലൊരു വള്ളി എടുത്തിട്ട് ഇതിന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ലുക്കും കിട്ടും,
നല്ല ഭംഗിയാവും. പിന്നെ നമ്മൾക്ക് ഫോണിങ്ങനെ എവിടെ വേണമെങ്കിലും തൂക്കിയിടാമല്ലോ. അപ്പോൾ നമ്മൾ ബെഡ്റൂമിലൊക്കെ കിടക്കുമ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ എല്ലാവരും പറയും ഫോൺ അടുത്ത് വെച്ച് ഉറങ്ങരുത്, തലയണേൻ്റെ ചോട്ട് വെക്കരുത്. അതൊക്കെ വലിയ ഡേഞ്ചറാണ് കാര്യങ്ങൾ. പക്ഷേ തലയണേൻ്റെ അടിയിലൊന്നും നമ്മൾ ആരും വെക്കലില്ല. നമുക്ക് കുറേയൊക്കെ ഇങ്ങനെ കേട്ടറിവെങ്കിലും ഉണ്ടാവുമല്ലോ. പിന്നെ ചാർജിലിട്ട് കിടക്കാറുണ്ട്, ഞാനും ചെയ്യാറുണ്ട് ഇടയ്ക്ക്, അങ്ങനെ ചെയ്യും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് രാത്രി നമ്മൾ റൂമിൽ പോലും ഫോൺ വെക്കണം അത്ര നല്ല കാര്യമല്ല. അപ്പോൾ ഫോണിനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടാക്കി എടുത്താൽ ഫോൺ അതിലെപ്പോഴും നമ്മൾ ഉപയോഗിക്കാത്ത സമയത്തൊക്കെ ഫോണിൽ ഇതിലിട്ടിട്ട് എവിടെയെങ്കിലും നമുക്ക് തന്നെ കൊണ്ടുവെക്കാൻ പറ്റും. ഈ ബാഗിൽ ഫോൺ സൂക്ഷിക്കുന്നത് കൊണ്ട് നമ്മൾ കയ്യിൽ നിന്ന് എപ്പോഴും ഫോൺ താഴത്ത് തട്ടി വീണതിന് കുറേയൊക്കെ ഒരു കുറവ് ഉണ്ടാവും. ഇനി ബാഗിൽ അവശേഷിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇത് ബാഗിൻ്റെ ബാക്ക് ഭാഗമാണ്. ബാക്കിൽ പുസ്തകങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ കുട്ടികളെ പുറത്തിടുന്ന ആ ബാക്ക് ഭാഗമാണ്. ഇതും ഞാൻ വെറുതെ കളയണില്ല. ഇതിങ്ങനെ എടുത്തിട്ട് മടക്കി എടുക്കണം. മടക്കി എടുത്തിട്ട് ഇതിന് വലിയൊരു സിബ് ഉണ്ടായിരുന്നു. ഇത് പുസ്തകം മൊത്തത്തിൽ ഇട്ട് വെക്കണം. ആ ഭാഗത്തുള്ള ആ സിബ് ഇതിനോട് ചേർത്ത് തുന്നി കൊടുക്കുകയോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്താൽ ഇതും നമുക്ക് നല്ലൊരു ബാഗാക്കി എടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് തുന്നിയെടുത്തപ്പോൾ ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കൈകൊണ്ട് തുന്നിയെടുത്തതാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തയ്യൽ മെഷീൻ ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനും കഴിയും, എങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് മറ്റൊരു ഉപയോഗത്തിലുള്ള ഒരു നല്ലൊരു ചെറിയ കുഞ്ഞു ബാഗായിട്ടും ഇതും എടുക്കാൻ പറ്റിയ ഒരു ബാഗും തന്നെ ഇപ്പോൾ 2-3 ചെറിയ ചെറിയ നല്ല നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ചെറിയ ബാഗുകൾ കിട്ടി. വീതി കുറവും നീളം കൂടുതലായിട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെ സ്കൂളിൽ പെൻസിൽ, സ്കെയില്, വലിയ സ്കെയിലും പെൻസിലും പിന്നെ പെന്ന് അതൊക്കെ വെച്ചാൽ ഇതിൽ ബാക്കി സ്പേസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാവും കത്രിക കുറേ ഉണ്ടാവും, ചെറുതായിട്ടും വലുതായിട്ടൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഉള്ള കത്രികകളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതും നല്ലതായിട്ട് നല്ല ഉപയോഗമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ്. പിന്നെ ഇതിൽ ഇനി എത്രയും വേണമെങ്കിൽ എടുത്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇത്രയും മാത്രമേ ഇതിൽ സൂക്ഷിക്കുന്നുള്ളൂ. എനിക്കിപ്പോൾ തോന്നിയത് ഇങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കാനാണ്. നിങ്ങളെ വീട്ടിലും ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്ന ബാഗുകളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഐഡിയകളുണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കാം. വീട്ടിൽ ചുമരിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് പുറത്തേക്ക് അറിയില്ല.